ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നിരവധിയുണ്ട്. അതിലൊന്ന് ഞാൻ നിന്നെ സഹായിക്കും എന്ന് തന്നെയാണ്. കർത്താവിൻ്റെ സഹായങ്ങൾ എല്ലാ ദൈവജനത്തിനും കർത്താവിനെ അറിയാൻ, കർത്താവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും കർത്താവ് പ്രദാനം ചെയ്യുന്നുണ്ട്. കർത്താവ് ചില നിർണായക ഘട്ടങ്ങളിൽ പ്രവർത്തിച്ച രീതികൾ, സഹായിച്ച നിലകൾ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ 3 സംഭവങ്ങളുടെ പരാമർശം മാത്രം ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായി യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗിയായി കിടക്കുന്നൊരു മനുഷ്യൻ, സഹായത്തിന് ആരുമില്ല, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ആരെങ്കിലും കരുതും, സഹായിക്കും, രക്ഷിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. 38 വർഷം ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനി ആരും സഹായിക്കാനില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ കിടക്കുന്ന ആ രോഗിയായ മനുഷ്യൻ്റെ അടുക്കലേക്ക് കർത്താവ് അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചത്. പിന്നീട് ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു, ആരോഗ്യത്തോടുകൂടെ താൻ മുൻപോട്ട് നീങ്ങുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയുമായുള്ള സംഭാഷണത്തിൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളോടും, പ്രത്യേകിച്ച് ദൈവജനത്തോടുമുള്ള കർത്താവിൻ്റെ വാക്ക് നമുക്ക് ഈ നിലയിൽ ചിന്തിക്കാൻ കഴിയും. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് സഹായിക്കുവാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്ന, പ്രതികൂലം മാത്രം മുൻപിൽ കാണുന്ന, എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒരു രീതിയിലും നീങ്ങുകയില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ്റെ അടുക്കൽ കർത്താവ് ചെന്നതുപോലെ നമ്മുടെ കൂടെ ഇരുന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നതും ഇതുതന്നെയാണ്. നിനക്ക് നിൻ്റെ ആഗ്രഹം നടക്കണം എന്ന് താല്പര്യമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവ് മാത്രമേ അത് ചോദിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയഭാരങ്ങളിലും അവസ്ഥകളിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന, സഹായിക്കുന്ന ഒരു നല്ല കർത്താവിനെ ഈ വേദഭാഗത്തൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് പ്രയാസങ്ങളുടെ വേളകളിലും ആരും നമ്മെ സഹായിക്കുവാനില്ല, ആരും നമ്മുടെ പ്രതിസന്ധി അറിയുവാനില്ല, നമ്മളുടെ നില വർഷങ്ങളായിട്ടും ഇങ്ങനെ തന്നെയാണെന്ന് തിരിച്ചറിയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അറിയുന്നവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ സഹായിക്കും. ആരും സഹായിക്കാനില്ലാത്തപ്പോൾ സഹായിക്കുന്ന നല്ല കർത്താവ്. 2-ാമത്തെ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യമാണ്. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു, അവനെ കണ്ടപ്പോൾ. ഇവിടെ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് കർത്താവ് കാഴ്ച കൊടുക്കുകയാണ്.
ആ കാഴ്ച ലഭിച്ചപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനെ തള്ളിക്കളഞ്ഞു. അവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന യഹൂദ സമൂഹം തള്ളിക്കളഞ്ഞു. എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട ഒരു മനുഷ്യനായി ആ വ്യക്തി തീർന്നു. എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. കർത്താവ് പ്രത്യേകമായി അത്ഭുതം ചെയ്ത് കാഴ്ച കൊടുത്ത മനുഷ്യനാണ്. ആ കാഴ്ച ലഭിച്ച മനുഷ്യനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ചേർത്ത് പിടിക്കുവാനും ഉത്തരവാദിത്തമുള്ളവരാണ് അവനെ ഒഴിവാക്കുന്നത്. എല്ലാവരും ഒറ്റപ്പെടുത്തിയ ആ സമയത്ത് കർത്താവ് അത് കേട്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുന്നതാണ് നാം വായിച്ച വേദഭാഗം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവാനുഗ്രഹത്താൽ ജീവിക്കുമ്പോൾ ആ ജീവിത ശൈലിയും അനുഭവങ്ങളുമൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരും കഴിയാത്തവരുമൊക്കെ കണ്ടേക്കാം. എന്നാൽ സ്വർഗത്തിലെ കർത്താവിന് നമ്മെ ശരിക്കും അറിയാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും നമുക്ക് തുണയില്ലെന്ന് വരുമ്പോൾ കർത്താവ് ഓടി നമ്മുടെ അടുക്കൽ വരുന്ന അനുഭവത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ വേദഭാഗം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നരുളി ചെയ്തവൻ ആ വ്യക്തിയുടെ അടുക്കലേക്ക് അടുത്തു ചെന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, തമ്മിൽ ശക്തിയേറിയ ബന്ധത്തിലേക്ക് വരുന്ന അനുഭവത്തെയാണ് ഈ വേദഭാഗവും വെളിപ്പെടുത്തുന്നത്. എല്ലാവരും ഒറ്റപ്പെടുത്തിയവൻ്റെ അടുക്കലേക്ക് ആരും കൂടെ ഇല്ലാത്തപ്പോൾ അടുത്തു ചെന്ന് സഹായിക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാം. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ സഹായിക്കുന്ന കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം മറിയ കല്ലറയുടെ അടുക്കൽ ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിൽ ഭൂമിയിലാരും കാണുന്നില്ല. തൻ്റെ ഗുരുവിനെ കാണാൻ കഴിയാത്തതിൻ്റെ വേദന, ഗുരുവിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥത, ഇതെല്ലാം കണ്ണീർ കണങ്ങളായി ഒഴുകുമ്പോൾ ആരുമറിയാതെ നിന്ന് കരയുന്ന മറിയയുടെ അടുക്കലേക്ക് ചെന്ന് കർത്താവ് സംസാരിക്കുന്നത് നാം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20:15. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? പ്രിയമുള്ളവരെ, ഏകാന്തതയുടെ നിമിഷങ്ങളിൽ ആരുമറിയാതെ നിലവിളിക്കുന്ന, കരയുന്ന, ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വന്ന്, മകനെ, മകളെ, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്ന കർത്താവ്. ഭൂമിയിൽ ആരും അങ്ങനെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, സാധ്യതകൾ ഉണ്ടാകണമെന്നുമില്ല. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, നമ്മുടെ കണ്ണുനീർ കാണുന്ന കർത്താവ്, നമ്മുടെ ഹൃദയ നൊമ്പരങ്ങൾ അറിയുന്ന കർത്താവ്, നമ്മുടെ പ്രതികൂലങ്ങൾ അറിയുന്ന കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് സഹായിക്കും. ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന മറിയയുടെ അടുക്കൽ അടുത്തു വന്ന് സഹായിക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ സഹായിക്കുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമ്മെ സഹായിക്കുന്ന കർത്താവ്, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മെ ഒറ്റയ്ക്ക് വിടാത്ത കർത്താവ്, ആരും കാണാതെ നാം നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ ഒറ്റയ്ക്ക് കരയുന്നവരുടെ അടുക്കിലേക്ക് അടുത്തു വരുന്ന കർത്താവ്. അതുകൊണ്ട് ഈ നല്ല കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. എന്നാൽ ഒരു വാക്ക് പറയട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കിടന്നപ്പോൾ ആരും ഇല്ലാതിരുന്നു. എല്ലാവരും ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തി. കർത്താവ് തന്നെ കരയേണ്ടി വന്നു. ഈ അനുഭവങ്ങളെല്ലാം ഉള്ള കർത്താവ്, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ഈ അനുഭവത്തിലൂടെ പോയ കർത്താവ്, നമ്മെ രക്ഷിച്ച കർത്താവ്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തിയ കർത്താവ്, ആരും സഹായിക്കാനില്ലാത്തപ്പോൾ നമ്മെ സഹായിക്കും. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മെ സഹായിക്കും. ആരുമറിയാതെ കരയുമ്പോൾ നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പാപമൊഴികെ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവൻ
നമ്മെ സഹായിക്കുന്ന കർത്താവാണ്. കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.